തൻ്റെ ഭാര്യ ദർശന, അമ്മ ഇവരെല്ലാവരുമായി കിടന്നു വന്ന് അവരുടെ പിടിപ്പണം നിരസന തീർന്നു. അത് വളരെ മികച്ച നിലവാരത്തിൽ അവർ ചെയ്തു. എന്നാൽ പിതാവ് തൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. ദൈവം ആരോഗ്യത്തോടെ അവനെ നടത്തുവാൻ അനുവദിക്കുമ്പോൾ ഞാൻ ആലയത്തിൽ കൊണ്ടുപോയി ഒരു പിടിപ്പണം ഞാൻ വായിക്കും. പിടിപ്പണം വാഴാൻ കരത്തിന് വിളമ്പേണമെന്ന് അറിഞ്ഞ കർത്താവ് നിന്റെ അസ്ഥികളെ ഓടിച്ചില്ല, നിന്റെ അസ്ഥികൾക്ക് കേടുവരുത്തില്ല. ആ കരം കൊണ്ട് വാഴേണ്ടതിന് ചലനവും പ്രവർത്തന ശേഷിയും തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ പിടിപ്പണം. അത് പിതാവിന്റെ സമർപ്പണം ഇപ്പോൾ മകന് വേണ്ടിയാണ് സമർപ്പിച്ചത്. ആ മകൻ ദൈവനാമത്തിൽ വാരി സമർപ്പിക്കുന്നു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ ചെയ്യുവാൻ തന്റെ മക്കൾക്ക് പിതാവ് മകന് വേണ്ടി നേടുകയും മകന് ദൈവം കൊടുത്ത ആയുസ്സിന് നന്ദി പറയുവാൻ ഈ പഠിപ്പണം നടത്തിയ മുഖാന്തരമാക്കി മാറ്റിയതിനാൽ ഞാനവരെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. പിതാവിനെയും മകനെയും ഇവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ച് ജീവശ്രേഷ്ഠനും മണിയനുമായ ഒരു വിശുദ്ധ ഔഷധമായി ദൈവത്തിന്റെ ഒരു വലിയ സേവാ സൈന്യമായി നിൽക്കുവാൻ, ഒരു യുദ്ധവീരനായി, ഒരു പ്രവാചകനായി മാറുവാൻ, ദൈവത്തിന്റെ ഒരു വീരനായി നിൽക്കുവാൻ, ആ പ്രബന്ധത്തെ വചനം പറയുന്നത് കർത്താവിന്റെ യാഗമുടിയാൽ പങ്കിയുടെ കിരീടമായി നിൽക്കുവാൻ ഇവരെ കുടുംബമായി ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്ന നാളുകളിൽ സ്നാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തന്റെ മകനെ കുടുംബമായി കിട്ടട്ടെ. ഇപ്പോൾ പിതാവ് സാക്ഷി പറയുന്ന സമയമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മാർച്ച് മാസം 3-ാം തീയതി വൈകുന്നേരം ഭയങ്കരമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ നിന്നൊക്കെയും ദൈവം വെടിവെച്ചു. നേരെ അവിടെ നിന്ന് ഏകദേശം 3/4 മണിക്കൂർ വരെ അവിടെ കിടന്നു. ആരും എടുത്തില്ല. എൻ്റെ ചേട്ടൻ്റെ മക്കൾ വന്ന് വിളിച്ചു പറഞ്ഞു ഇതുപോലെയാണെന്ന്. അവർ വന്ന് നേരെ കാരക്കോണം ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേന് വളരെ സീരിയസ് ആയ കാര്യമാണ്. അവിടുന്ന് നേരെ ആ വണ്ടി വേറൊരു വണ്ടി പിടിച്ച് ഞങ്ങൾ മെഡിക്കലിൽ കൊണ്ടുപോയി. മെഡിക്കലിൽ കൊണ്ടുപോയിട്ട് വളരെ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ അന്ന് തന്നെ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അന്ന് ഓപ്പറേഷൻ ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞു 28 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യാം, ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു മരുന്നിനെല്ലാം കുറിച്ച് തന്നു, മരുന്ന് വാങ്ങി വയ്ക്കണം, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊണ്ടുവരേണ്ട, ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ ചെന്ന് തുണ്ട് കൊടുത്തു. അവിടെ തന്നെ വാങ്ങിച്ചു വെച്ച് പൈസ കൊടുത്തില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ചയായി. തിങ്കളാഴ്ച 10 മണിയായപ്പോഴത്തേന് അവർ വിളിച്ച് പറഞ്ഞു മരുന്ന് നിങ്ങൾ ചെന്ന് വാങ്ങണം, ഇന്ന് ഓപ്പറേഷൻ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇതുപോലെ പാഷോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെയാണ്, ഇന്ന് ഓപ്പറേഷൻ ഉണ്ടെന്നാണ് പറയണതെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞു അവരോട് ഇതുപോലെയാണെന്ന്. ഷാജി പാഷ് ഏകദേശം ഒരു 10-10:30 മണിയായപ്പോഴത്തേനും അവിടെ വന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരുമോനായിട്ട് അവിടെ വന്നു. അവിടെ നിന്ന് പുറത്തേന് നിന്നകത്ത് കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ 11:30 മണിയായപ്പോഴത്തേനും ഓപ്പറേഷൻ കഴിഞ്ഞു. അത്ഭുതകരമായി IC തന്നെ കൊണ്ടുപോയി. ഒന്നും ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അവർക്ക് തന്നെ, ഡോക്ടർക്ക് തന്നെയും വളരെ ഒരു മോശമായ ഒരു കണ്ടീഷനായിരുന്നു അവർ പറഞ്ഞത്. കൊണ്ടുപോയി 2ാമത്തെ ദിവസം നമ്മൾ ICയിൽ ഓരോ ആൾക്കാരെയും കയറി കാണിക്കും, ഓരോ രോഗിയുടെ വീട്ടുകാരെ. ഞാൻ പോയി കണ്ടപ്പോഴത്തേന് ഒരു ചലനവുമില്ല, വെറുതെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് സിസ്റ്ററോട് ചോദിച്ചു വിളി കേൾക്കില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല, വിളിച്ചു നോക്കാൻ പറഞ്ഞു. വിളിച്ചു, അനങ്ങിയില്ല. 2ാമത്തെ ദിവസം അവർ സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്തിന് നമ്മളെ വിളിക്കും, പോവാം, ഒരു രോഗിയെ കാണാം. പോയിട്ട് ചെന്ന് നോക്കി, അപ്പോഴും വിളിച്ചു, ഒരു രക്ഷയില്ല. 3ാമത്തെ ദിവസവും പോയി. എൻ്റെ മരുമോളൊന്ന് സാക്ഷി പറഞ്ഞത് 2ാം ദിവസം ഓർമ്മയിട്ടെന്ന്. 4ാമത്തെ ദിവസമാണ് ഓർമ്മയിട്ടത് എൻ്റെ മോന്. അപ്പോൾ അവർ വിളിക്കുമ്പം പറയും ഓർമ്മയിട്ടു എന്ന് നമ്മളിവിടെ പറയുന്നത്, കാരണം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അവിടെ വളരെ മോശമായ നിലയിലായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ പോയപ്പോഴത്തേന് അവൻ്റെ കണ്ടീഷൻ വളരെ മോശം. ശരീരമെല്ലാം ഒരുപാട് കുതളിച്ച് മഞ്ഞളിച്ച് കിടക്കുന്ന ഒരവസ്ഥ, നല്ല നെടി കിടന്നു. എന്നെ അവിടെ നിന്നോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവനെടുത്താലും എൻ്റെ മക്കളെ ജീവനെ തീർന്നല്ല തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൻ്റെ കയ്യിൽ കൈ വെച്ച് ഒരു കൈ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്
കഴിഞ്ഞ് പോന്നു. അപ്പോഴവളെ അച്ഛൻ ഉണ്ടായിരുന്നതിന് ചോദിച്ചു എന്തിനു കരയാന്ന്. ഞാൻ പറഞ്ഞു വെറുതെ കരയുന്നു. അവിടെ തൊട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പോകുന്നത്. ഞാൻ മാത്രമല്ല, അവിടെ ഓരോ രോഗികളെ പിതാക്കന്മാരും മാതാക്കന്മാരും സ്വന്തം ഭാര്യ എല്ലാവരും അവരകത്ത് പോകുന്നു, തിരിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. കാരണം ഒന്ന് എഴുന്നേറ്റ് അവർക്കൊന്ന് സംസാരിക്കാനോ കണ്ണ് തുറക്കാനോ പറ്റാത്തൊരു കണ്ടീഷനിലാണ് അവർ കിടക്കുന്ന രോഗികൾ. നമ്മളിവിടെ കാത്തിരിക്കുന്നവർക്ക് വേഗം വെപ്രാളിതാണ്. അങ്ങനെ ഞാൻ വന്നു. പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം ഡോക്ടറെ വിളിച്ചു. അന്നും എനിക്ക് തന്നെ അവിടെ പോകാൻ പറ്റിയത്. ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേന് പറഞ്ഞു, ഷൈവിന് ചെറിയ മാറ്റം ഉണ്ടായി. മൂക്കിലിട്ടുന്ന വയറിനെ ഓസിനെ അവൻ സ്വന്തമായിട്ട് തന്നെ കൈകൊണ്ടെടുത്ത് മാറ്റി പൊടി വലിച്ചു കളഞ്ഞു. ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഇനി വലിയ കുഴപ്പമില്ല, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം അവനെ ദൈവത്തിൻ്റെ കൃപയാൽ ഓർമ്മയിട്ടു. ദൈവം അവനെ 6-ാമത്തെ ദിവസം തന്നെ വാർഡിലുമാക്കി. അതിൽ നിന്ന് 6-ാം ദിവസം വാർഡിലാക്കിയപ്പോഴത്തേനും അവരുടെ സംസാരമൊക്കെ ഒരുമാതിരി മോശമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അവൻ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, പപ്പ ഞാൻ പോകണം, പപ്പയും കൂടി വരണം എന്ന്. ഞാൻ പോകണമെന്ന് പറഞ്ഞു. പപ്പ കൂടി വരണം, പപ്പ എൻ്റെ കൂടി വരുമോയെന്ന് ചോദിച്ചു. അവൻ്റെ ആ സംസാരമൊക്കെ വേറെ മോശമായിട്ടുള്ള സംസാരമാണ്. സംസാരത്തിൽ ഞാൻ ഷാജി പാഷയോട് വിളിച്ച് പറഞ്ഞു, ഇതുപോലെയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞു. ആ പിറ്റേന്ന് എന്നെ പാഷറും വേറൊരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം വന്നില്ല. അദ്ദേഹമായിട്ട് ആ ആശുപത്രിക്ക് വാർഡിൽ വന്ന് പ്രാർത്ഥിച്ചു പോന്നതിന് ശേഷം വളരെ മാറ്റമുണ്ട് പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ അതിൽ നിന്നൊക്കെയും വലിയ വിടുതലുണ്ടായി. വീണ്ടും അവന് 1 മാസം കഴിഞ്ഞ് 2ാമതൊരു ഓപ്പറേഷൻ കൂടി കഴിഞ്ഞു. അതിൽ നിന്നൊക്കെയും പൂർണ്ണമായി വിടുവിച്ചു. ഇന്ന് ഇത്രത്തോളം ദൈവത്തിൻ്റെ സഹായം ഈ ആലയത്തിലും ഒരു കൂട്ടം ആത്മാക്കൾ, സഭാ ശുശ്രൂഷൻ, സഹോദരി വിശ്വാസികളെല്ലാവരും, അതുപോലെ നമ്മളെ ഗോവൻ സഹോദരൻ എന്നെ വിളിക്കുമ്പോഴത്തേനും പറയാം, അണ്ണാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണു, ആലയത്തിൽ പ്രാർത്ഥിക്കണു, ഞങ്ങൾ സഭ ഒന്നായിട്ട് പല ആരാധനകളിലും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ദൈവം വിടുവിക്കുമെന്ന്. ഞാൻ ആര് വിളിച്ചാലും ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു എൻ്റെ സംസാരം. അതുപോലെ ഞങ്ങളെ കുടുംബ മാതൃകാ സഭയിൽ നിന്നും എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എനിക്കിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവനിന്ന് തിരികെ തന്നു. 2 കൊച്ചുമക്കൾ, ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ ഓർത്തു. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരെ കണ്ടീഷൻ. അങ്ങനെ ദൈവം ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ, അവനെ മുഖാന്തരം നിർത്തി ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി അർപ്പിക്കുന്നു. ഇത്തരം സമയം ഒരു സാക്ഷിക്കും സമയം തന്ന സഭാ ശുശ്രൂഷനും ഇവിടേക്കുന്ന സഭാ വിശ്വാസവും എല്ലാവരും ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എനിക്ക് ഇനി 2 മക്കളുണ്ട്, 3 മക്കൾ, 3 മരുമക്കൾ, 4 കൊച്ചുമക്കൾ. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ 2 മക്കളും കൂടി അടുത്തന്നെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ, അവരും കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് തീരുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ആമേൻ എന്നെ വിളിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ ആമേൻ സ്വോത്രം വളരെ സീരിയസ് ആയ ഒരു വാക്കാണ് പറഞ്ഞത്. അന്ന് രാത്രിയിൽ 11:15 മണി, ഈ അപകടം നടക്കുന്നതിൻ്റെ രാത്രി 11:15 മണി ഞാൻ കിടക്കുന്ന ആ പ്രാർത്ഥനാ റൂമിനകത്ത് ആ കട്ടിലിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവാത്മാവ് അവൻ ഇവിടെ നടന്നു പോകുന്ന കാഴ്ച എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മകനെ അവൻ ഒരു കേടും വരത്തില്ല, എനിക്ക് 100% ബലമായി, എനിക്ക് ആത്മാവിൽ ധൈര്യമായി, എവനെ ആയുസ്സിനെ ശത്രു തൊടത്തില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ 1, 2, 5, 10, 50, 100 വ്യക്തികൾക്കല്ല പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ളത്. ഒരു വ്യക്തി പോലും മരിച്ചെന്ന് കേട്ട് ഞാൻ ഇന്ന് വരെ എൻ്റെ കാതിൽ കേട്ടിട്ടില്ല. ഞാൻ ഈ സഹോദരനുമായിട്ടൊക്കെ ഞങ്ങൾ മരിച്ചുപോയ ഒരു കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ പോയി, മുസ്ലിം കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞാണ് വിളിച്ച. ഡോക്ടർ പറഞ്ഞു മരിച്ചെന്ന്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ വണ്ടിയിൽ ഞങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് കോള് വന്നു, ഞങ്ങൾക്ക് കുഞ്ഞിന് നല്ല വിടുതലുണ്ട്. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ അവർ ഡിസ്ചാർജായി വീട്ടിൽ പോകാനിടയായി. ഹല്ലേലൂയ സ്വതന്ത്ര ഒരു മുസ്ലിം കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നീ മതം പറഞ്ഞും ജാതി പറഞ്ഞും ഹെഡ് വെയിറ്റ് കാണിച്ചാൽ യേശു നിന്നെ താഴേക്ക് കൊണ്ടുവരും. നിനക്കൊരു ഉയർച്ച പ്രാപിക്കണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവ് പിതാവുമായി അംഗീകരിക്കുക. നിന്റെ ഹല്ലേലൂയ ജാതി വിട്, നിന്റെ മതത്തെ വിട്, യേശുവിനെ കാണും. യേശുവിലേക്ക് നോക്ക്. അവന്റെ വചനം പറയുന്നു, അവനിലേക്ക് നോക്കി അവരുടെ മുഖം പ്രകാശമായി, അവരുടെ മുഖമാൽ ചൊവ്വായതുമില്ല.